സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോസി വാഗമറ്റ് എഴുതിയ നോവൽ കാവൽമാടം തുടരുന്നു. ഓപ്പറേഷൻ വേണ്ടായിരുന്നു അല്ലേ? കൊച്ചുറോസ മന്ത്രിച്ചു. അതായിരുന്നു അവളുടെ ഒടുവിലത്തെ വാക്കുകൾ. തൻ്റെ വില്ലുകളിൽ മുറുകെ പിടിച്ചിരുന്ന കൊച്ചുറോസയുടെ കൈ വിടുവിക്കാൻ റൂബിക്ക് വിഷമിക്കേണ്ടി വന്നു. കണ്ണുനീർ നിറഞ്ഞ പുഞ്ചിരിയോടെ അവൾ അയാളെ നോക്കി. അറ്റൻഡർമാർ അവളെ തിയേറ്ററിനുള്ളിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർമാർ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി. പുറകെ നേഴ്സുമാരും. വാതിലടഞ്ഞു. റോബിയും ജോണിക്കുട്ടിയും പുറത്ത് കാത്തിരുന്നു. മണിക്കൂറുകൾ ഇഴഞ്ഞു നീങ്ങി. റോബി നീണ്ട ഇടനാഴിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. റോബിക്ക് നല്ല പ്രതീക്ഷ തോന്നി. ഓപ്പറേഷൻ വിജയിക്കും. തൻ്റെ കുഞ്ഞു പെങ്ങളെ ദൈവം കൈവിടുകയില്ല. മണിക്കൂറുകൾക്ക് ശേഷം പ്രധാന ഡോക്ടർ വാതിൽ തുറന്നിറങ്ങി വന്നു. ഡോക്ടർ. റോബി അടുത്ത് ചെന്നു. ഞങ്ങൾ ആവത് ശ്രമിച്ചു. പക്ഷേ ബാക്കി റോബി കേട്ടില്ല. അവൻ്റെ തലച്ചോറിൽ ഇടിമുഴങ്ങി. വെള്ളത്തുണി കൊണ്ട് മൂടിയ കൊച്ചുറോസയുടെ മൃതദേഹവും സ്ട്രെച്ചറിൽ ഏറ്റിക്കൊണ്ട് അറ്റൻഡർമാർ വരുന്നുണ്ടായിരുന്നു. റോബി അടുത്ത് ചെന്ന് മുഖം മൂടിയ തുണി മാറ്റി നോക്കി. കൊച്ചുറോസ അന്ത്യനിദ്രയിൽ ആഴ്ന്നു കിടക്കുന്നു. ആ കൊച്ചു കണ്ണുകൾ പൂട്ടിയിരിക്കുന്നു. ഉറങ്ങുകയാണെന്നേ തോന്നൂ. റോബിക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. മോളെ, അവൻ പതുക്കെ വിളിച്ചു. അവൾ വിളി കേട്ടില്ല. ഒരിക്കലും വിളി കേൾക്കാത്ത ലോകത്തായിരുന്നു അവൾ. റോബിയുടെ ശരീരം വെട്ടി വിറച്ചു. എൻ്റെ പൊന്നുമോളെ! അവൻ ഹൃദയം പൊട്ടി കരഞ്ഞുകൊണ്ട് സ്ട്രെച്ചറിന് മീതെ വീണു. രാത്രി. എന്തൊരിരുട്ട്! ഇരുട്ടിനെ തുളച്ചുകൊണ്ട് ജീപ്പിൻ്റെ ഹെഡ്ലൈറ്റുകൾ പായുന്നു. ജീപ്പിൻ്റെ കുലുക്കത്തിൽ ശവപ്പെട്ടി മെല്ലെ നിരങ്ങുന്നു. റോബി കയ്യിൽ തല താങ്ങി. കണ്ണുകൾ ഇറുക്കി അടിച്ചിരുന്നു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. ആ ശവപ്പെട്ടിക്കുള്ളിൽ തൻ്റെ കുഞ്ഞു പെങ്ങളാണ് കിടക്കുന്നത്. ഇങ്ങോട്ട് പോന്നപ്പോൾ വാതോരാതെ സംസാരിച്ച അവൾ ഇപ്പോൾ നിശബ്ദയാണ്. ഇനി ഒരിക്കലും അവൾ മിണ്ടുകയില്ല. റോബിച്ചായ എന്ന് വിളിച്ച് കൊഞ്ചി കൊഴിയുകയുമില്ല. കുഞ്ഞുനാളിൽ കൊച്ചുറോസയെ തോളിലേറ്റി കൊഞ്ചിച്ച് നടന്നിട്ടുള്ളത് റോബി ഓർത്തു. കൊച്ചുറോസ എന്ന് കേൾക്കുമ്പോഴേക്കും റോസപ്പൂവെന്ന് വിളിക്കുമ്പോഴും അവൾ ഇക്കിളിയിട്ട പോലെ കുലുങ്ങിച്ചിരിക്കും. ഇനി അവൾ ഒരിക്കലും ചിരിക്കുകയില്ല. മരിക്കുമെന്ന് അവൾക്ക് അറിയാമായിരുന്നുവോ? അങ്ങനെ ആയിരുന്നില്ലേ അവളുടെ അവസാന ദിവസങ്ങളിലെ പെരുമാറ്റം? ഓപ്പറേഷൻ വേണ്ടായിരുന്നു എന്ന് പല വട്ടം പറഞ്ഞു. തൻ്റെയും ഫീനിയുടെയും കല്യാണം കൂടാൻ അവൾക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. വീട്ടിലെല്ലാവരും കാത്തിരിക്കുകയാണ്. അവരുടെ മുമ്പിലേക്ക് കൊച്ചുറോസയുടെ മൃതശരീരവുമായി എങ്ങനെ ചെല്ലും? റോബി ജീപ്പിലിരുന്ന് തേങ്ങി. ജോണിക്കുട്ടി ഒന്നും മിണ്ടാതെ ഇരിപ്പാണ്. അവനാണ് ശവപ്പെട്ടി സംഘടിപ്പിക്കാനും മൃതദേഹം തിരിച്ചു കൊണ്ടുപോരാനുമുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്തത്. നേരം വെളുത്തപ്പോഴേക്കും ജീപ്പ് അഞ്ചുകണ്ടത്തിലെത്തി. ഇല്ലിപ്പാലത്തിനടുത്ത് ജീപ്പ് നിന്നപ്പോൾ നാട്ടുകാർ ചുറ്റും കൂടി. ശവപ്പെട്ടി കണ്ടതോടെ എല്ലാവർക്കും കാര്യം മനസ്സിലായി. നാട്ടുകാർ തന്നെ ശവശരീരം വീട്ടിലെത്തിച്ചു. കൊച്ചുറോസയുടെ മൃതദേഹം കണ്ട് സീന ബോധം കെട്ടു വീണു. തോമാച്ചൻ കൊച്ചുകുട്ടിയെപ്പോലെ പൊട്ടിക്കരഞ്ഞു. റാഫേൽ മുതലാളി ഇടപെട്ട് ശവം പള്ളി സെമിത്തേരിയിൽ അടക്കാൻ ഏർപ്പാട് ചെയ്തു. വൈകുന്നേരം 4 മണിക്ക് ശവം എടുത്തു. സീന പൊട്ടിക്കരഞ്ഞുകൊണ്ട് ശവപ്പെട്ടിയിൽ വീണ് കിടന്നു. എൻ്റെ മോളെ, എന്നെ ഇട്ടേച്ച് പോകല്ലേ. എനിക്ക് അവസാനം ഉമ്മ തന്നിട്ട് പോയതല്ലേ നീ. അവൾ ശവപ്പെട്ടിയിൽ നിന്നും പിടിവിട്ടില്ല. ഞാൻ വിടുകയില്ല. എൻ്റെ കൊച്ചിനെ കൊണ്ടുപോയി അടക്കാനല്ലേ. ഞാൻ സമ്മതിക്കുകയില്ല. ഒടുവിൽ ജെയിംസും സോഫിയും കൂടി അവളെ പിടിച്ചു മാറ്റി. ശവമഞ്ചം വിലാപയാത്രയായി പള്ളിയിലെത്തിച്ചു. 5 ഘട്ടത്തിലെ മിക്ക ആളുകളും ഉണ്ടായിരുന്നു. എല്ലാവരുടെയും മുഖത്ത് സങ്കടം തളം കെട്ടിയിരുന്നു. അവർക്കെല്ലാം പ്രിയപ്പെട്ടവളായിരുന്നു കൊച്ചുറോസ. പള്ളിയിലെ ചടങ്ങുകൾ, മരണത്തിൻ്റെ പാട്ട്. വികാരിയച്ഛൻ അന്ത്യകർമ്മങ്ങളെല്ലാം ചെയ്തു തീർത്തു. ശവപ്പെട്ടി കുഴിയിലേക്ക് ഇറക്കി. റോബി അപ്പോൾ ഏങ്ങലടിച്ചു കരഞ്ഞു. തൻ്റെ കൊച്ചുറോസയുടെ മുഖം ഇനിയൊരിക്കലും തനിക്ക് കാണാനൊക്കില്ല. അവൾ മണ്ണിലേക്ക് അടങ്ങുന്നു. ഓരോരുത്തർ 3 പിടി മണ്ണ് വീതം വാരിയിട്ടു. റോബിയുടെ കയ്യിൽ ആരോ മണ്ണ് വാരി വെച്ച് കൊടുത്തു. അത് വിരലുകൾക്കിടയിലൂടെ ഊർന്നു വീണു. ടപ്പ് 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 ടപ്പ്. ആ കൊച്ചു ശവപ്പെട്ടിയുടെ മീതേക്ക് മണ്ണ് വെട്ടിയിടുന്ന ശബ്ദം റോബിക്ക് ഹൃദയം പൊട്ടുന്നതുപോലെ തോന്നി. കൊച്ചുറോസയെ അവർ മണ്ണിട്ട് മൂടുകയാണ്. നിമിഷങ്ങൾക്കുള്ളിൽ കൊച്ചുറോസയുടെ കൊച്ചു ജീവിതത്തിന് മീതെ ഒരു ചെറിയ മൺകൂന ഉയർന്നു വന്നു. അതിനടിയിൽ അവൾ എന്നേക്കുമായി ഉറക്കത്തിലാണ്ടു. സാത്താൻ ഉറങ്ങുന്ന വീട്. റോബിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഈ വീട്ടിലേക്കുള്ള യാത്രക്കിടയിൽ അമ്മ മരിച്ചു. ഇപ്പോഴിതാ കൊച്ചുറോസയും മണ്ണിനടിയിലായി. മൺചുവരുകളുടെ ഇരുണ്ട മൂലകളിൽ രോഗവും മരണവും ചാടി വീഴാൻ തക്കം വാർത്ത് പതുങ്ങിയിരിപ്പുണ്ടെന്ന് അവന് തോന്നി. ജീവിക്കാനേ തോന്നുന്നില്ല. കൊച്ചുറോസയുടെ കളിയും ചിരിയും മുഴങ്ങാത്ത ഈ വീട്ടിൽ എങ്ങനെ കഴിയും? അവൾ റോബിച്ചായ എന്ന് കൊഞ്ചി വിളിക്കുന്നത് കേൾക്കാൻ കൊതിയാകുന്നു. അവളെ പഠിപ്പിച്ച് മിടുക്കിയാക്കണമെന്നായിരുന്നു ആശ. പക്ഷേ അവൾ ഈ ലോകം വിട്ട് പോയിക്കഴിഞ്ഞില്ലേ. പാവം. തൻ്റെയും സോഫിയുടെയും കല്യാണം കൂടാൻ അവൾക്ക് വലിയ ആശയായിരുന്നു. ഓർത്തോർത്തിരിക്കെ റോബിയുടെ കണ്ണ് നിറഞ്ഞു.
സീനയുടെ കണ്ണിതുവരെ തോർന്നിട്ടില്ല. ഓർത്തോർത്തവൾ തേങ്ങിക്കരഞ്ഞു. എന്തെങ്കിലും പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴും അവളുടെ മിഴികൾ നിറഞ്ഞൊഴുകുന്നത് കാണാം. കണ്ണീരിൻ്റെ വിങ്ങലും വേദനയും ഉള്ള നെടുവീർപ്പുകൾ തോമാച്ചൻ്റെ കട്ടിൽ നിന്ന് എപ്പോഴും കേൾക്കാം. കൊച്ചുറോസയില്ലാത്ത ആ വീട് ഉറങ്ങിപ്പോയി. അവിടെ മിണ്ടാട്ടമില്ല. അയൽപക്കത്തുള്ളവർ കൂടെ കൂടെ വന്ന് അവരെ ആശ്വസിപ്പിക്കും. ഇടയ്ക്കിടെ സോഫി അവിടെ വരും. അവൾ റോബിയെയും സീനയും ആശ്വസിപ്പിക്കും. ജെയിംസും വരുമായിരുന്നു. അവൻ എന്തെങ്കിലും പറഞ്ഞ് സീനയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കും. ഒരു ദിവസം റോബി ഇല്ലാത്തപ്പോൾ ജെയിംസ് വന്നു. സീനെ, ഇനിയെങ്കിലും നീയൊന്ന് ഉഷാറാകണം. എപ്പോഴും ഇങ്ങനെ കരഞ്ഞും പിഴിഞ്ഞും ഇരുന്നാൽ എങ്ങനെയാ? അവൻ അവളെ ചേർത്ത് നിർത്തി ചോദിച്ചു. അടുക്കളയിലായതുകൊണ്ട് ആരും കാണുകയില്ല. ഞങ്ങളുടെ കൊച്ചുറോസ പോയില്ലേ? അവൾ തേങ്ങി. മരിച്ചവരുടെ കാര്യം രക്ഷപ്പെട്ടു. ജീവിച്ചിരിക്കുന്നവരുടെ കാര്യമാ പരിതാപകരം. അങ്ങനെ വിചാരിക്കൂ. കുറേ നേരം അവളുടെ അടുത്തിരുന്നിട്ട് ജെയിംസ് പോയി. ഞായറാഴ്ച ദിവസം അരുവിക്കരയിൽ വെച്ച് റോബിയും സോഫിയും തമ്മിൽ കണ്ടു. എൻ്റെ റോബിച്ചായൻ കണ്ടമാനം ക്ഷീണിച്ചു പോയി. അവൾ അവൻ്റെ ശിരസ്സെടുത്ത് മടിയിൽ വെച്ച് തലോടിക്കൊണ്ട് പറഞ്ഞു. കൊച്ചുറോസ പോയതോടെ എൻ്റെ മനസ്സ് തകർന്നു സോഫി. ഇനിയെങ്കിലും റോബിച്ചൻ ദുഃഖമൊക്കെ കളഞ്ഞ് ഊർജ്ജസ്വലനാകണം. എനിക്കതിന് കഴിയണം. റോബിച്ചിനെ പ്രതീക്ഷിച്ച് ഇനിയും എത്ര പേർ ജീവിച്ചിരിക്കുന്നു? അവരുടെ കാര്യം നോക്കണ്ടേ? എനിക്കാരുമില്ലാതായ പോലെ തോന്നുന്നു. എൻ്റെ റോബിച്ചിന് ഞാനല്ലേ ഉള്ളത്. അവൾ അവനെ ഒരു കുഞ്ഞിനെ പോലെ ചേർത്ത് പിടിച്ചു. അതാ എൻ്റെ ഒരു ആശ്വാസം. സോഫി അവൻ്റെ നെറ്റിയിൽ ഒരു ഉമ്മ നൽകി. സന്ധ്യ വരെ അവരൊന്നിച്ചിരുന്നു. പിന്നെ പിരിഞ്ഞു. ദിവസങ്ങളും ആഴ്ചകളും കടന്നുപോയി. കൊച്ചുറോസ മരിച്ചിട്ട് 1 മാസം കഴിഞ്ഞു. വല്ലപ്പോഴും നെഞ്ചിലൊരു തേങ്ങലുണർത്തുന്ന ഒരോർമ്മ മാത്രമായി അവൾ. റോബിയുടെ വീട്ടിലുണ്ടായിരുന്ന ശോകാകുലമായ അന്തരീക്ഷം മാറി. അവിടെ സംഭാഷണവും ചിരിയും ഉണ്ടായി. മരിച്ചവർ എത്ര പെട്ടെന്നാണ് മറക്കപ്പെടുന്നത്. വീണ്ടും റോബി പണിക്ക് പോയി തുടങ്ങി. ഇനി പണിക്ക് പോകണ്ടെന്ന് റാഫേൽ മുതലാളിയും മക്കളും പറഞ്ഞെങ്കിലും അവൻ വകവെച്ചില്ല. ജീവിക്കുന്നിടത്തോളം കാലം ഞാൻ അധ്വാനിച്ച് തന്നെ ജീവിക്കും, അവൻ പറഞ്ഞു. കൊച്ചുറോസ മരിച്ചത് കാരണം ഇനി ഉടനെ കല്യാണം നടത്താൻ ഒക്കുകയില്ല. കല്യാണം നിശ്ചയിച്ചുറപ്പിച്ച സ്ഥിതിക്ക് കുറേ താമസിച്ചാനും സാരമില്ലല്ലോ എന്ന് റൂബി കരുതി. ജോണിക്കുട്ടിയും ടോമിച്ചനും ജെയിംസും അവൻ്റെ വീട്ടിൽ വരികയും സംസാരിച്ചിരിക്കുകയും പതിവായിരുന്നു. വിശേഷാവസരങ്ങളിൽ അവരവനെ കല്ലറക്കൽ ബംഗ്ലാവിൽ ക്ഷണിച്ചുകൊണ്ടുപോയി സൽക്കരിക്കും. അവരൊരു കുടുംബം പോലെ കഴിഞ്ഞു. ഒരു ഞായറാഴ്ച ദിവസം ജോണിക്കുട്ടി റോബിയെ വനത്തിന് നായാട്ടിന് പോകാൻ ക്ഷണിച്ചു. റോബി ആദ്യം വിസമ്മതിച്ചു. വാ അളിയ, ചുമ പോയിട്ട് വരാം, നല്ല രസമാ, ഒത്താൽ നല്ല വേട്ടയിറച്ചി കിട്ടും. ജോണിക്കുട്ടി നിർബന്ധിച്ചപ്പോൾ അവൻ കൂടെ ചെല്ലാമെന്ന് സമ്മതിച്ചു. 4 മണിക്ക് അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. സീനെ, ഞാൻ കാട്ടിൽ പോവുക. എന്തിന്? വേട്ടയ്ക്ക്, കല്ലറയ്ക്കന്മാരുടെ കൂടെ. എപ്പോൾ വരും? പാതിരാത്രി കഴിയും. നീയും അപ്പനും കിടന്നുറങ്ങിക്കോ, എന്നെ നോക്കിയിരിക്കണ്ട. അത്താഴം എനിക്ക് വെച്ചേക്കണ്ട. അവൻ പോയി. ജോണിക്കുട്ടിയും ജെയിംസും ടോമിച്ചനും തയ്യാറായി നിൽക്കുകയാണ്. അവരോടൊന്നിച്ചിട്ട് റോബി വനത്തിലെത്തി. അവരുടെ 3 പേരുടെയും കയ്യിൽ തോക്കുണ്ട്. അവർ ഏലം സ്റ്റോറിൽ ചെന്ന് നായാട്ടിന് വേഷം ധരിച്ചു. എല്ലാവരുടെയും ശിരസിൽ ഹെഡ്ലൈറ്റുകൾ വെച്ച് കെട്ടി. റോബിയെ കണ്ടാൽ ഇപ്പോൾ പട്ടാളക്കാരനാണെന്ന് തോന്നും. അളിയന് വെടിവെക്കാൻ അറിയാമോ? ടോമി ചോദിച്ചു. ഇല്ല, വാ കാണിച്ചു തരാം. ടോമി അവനെ പുറത്തേക്ക് കൊണ്ടുപോയി. പിച്ചാത്തിയെടുത്ത് ഒരു കാട്ടുമരത്തിൻ്റെ തൊലി വട്ടത്തിൽ ചെത്തിക്കളഞ്ഞു. റോബിയെ ഒരു 30 അടി അകലത്തിൽ നിർത്തി. തോക്കിൻ്റെ കൊത്തി വലിക്കുന്നതെങ്ങനെയെന്ന് കാണിച്ചു കൊടുത്തു. പിന്നെ തോക്ക് പിടിക്കുന്ന വിധവും വിശദീകരിച്ചു. തോളിൽ പാത്തി ഉറപ്പിച്ച് കൊത്തിയുടെ പിറകിൽ ഇടം കണ്ണടച്ചു പിടിച്ച് കുഴൽ ഇടതുകൈയിൽ താങ്ങി വലതുകൈയിലെ ചൂണ്ടാണി വിരൽ കാഞ്ചിയിൽ തൊട്ട് റോബി നിന്നു. കുഴലിനറ്റത്തെ അരിമ്പിന് നേരെയാണ് ലക്ഷ്യം പിടിക്കേണ്ടത്. വെടിപൊട്ടിക്കഴിയുമ്പോൾ പാത്തി തോളിൽ ഇടിച്ച പോലെ തോന്നും. സാരമില്ല, വച്ചോ വെടി. റോബി അരിമ്പ് നോക്കി ഉന്നം പിടിച്ചു. പിന്നെ കാഞ്ചി വലിച്ച മരത്തിൻ്റെ അടയാളത്തിൻ്റെ നടുക്ക് തന്നെ. അളിയൻ്റെ ഉന്ന അപാരം, വാ പോകാം, ടോമി അഭിനന്ദിച്ചു. രാത്രിയായി. ഹെഡ്ലൈറ്റും തെളിച്ച് എല്ലാവരും കാട്ടിലേക്ക് ഇറങ്ങി. അളിയനും ഒരു തോക്കുകൊട്, ജോണിക്കുട്ടി പറഞ്ഞു. രാമൻകുട്ടിയും പൊന്നപ്പനും വാസുവും ഉണ്ട് സഹായത്തിന്. വനത്തിൽ ചീവീടുകളുടെ അലർച്ച. ദൂരെ എവിടെയോ ഒറ്റയാൻ്റെ ചിഹ്നം വിളി. മരച്ചില്ലകളിൽ നിന്നും രാപക്ഷികളുടെ പേടിപ്പെടുത്തുന്ന ശബ്ദം. കുറ്റിരത്ത്. റോബിയും സംഘവും ടോർച്ചുമായി നീങ്ങി. അവർ വനത്തിലൂടെ കുറേ അധികം ഉള്ളിലേക്ക് പോയി. ഇടയ്ക്കിടെ ലൈറ്റ് വെട്ടത്തിൽ രത്നം പോലെ തിളങ്ങുന്ന കണ്ണുകൾ. പാറയാൻ, മലയണ്ണാൻ, മുയൽ മുതലായവ. ചിലപ്പോൾ കുറുക്കൻ്റെ കണ്ണുകളും കണ്ടു. രാത്രി 12 മണി വരെ അവർ കാട്ടിൽ ചുറ്റി നടന്നു. 2 പേർ വീതം സംഘം തിരിഞ്ഞാണ് വേട്ട. വെളിപ്പാട് അകലെ പോകരുതെന്നാണ് നിർദ്ദേശം. തങ്ങൾ സമീപ പ്രദേശത്ത് തന്നെ ഉണ്ടെന്ന് പരസ്പരം കൂവി അറിയിക്കും. 4 സംഘമായി അവർ വേട്ട തുടർന്നു. റോബിക്ക് ഒന്നിനെയും വെടിവെക്കാൻ കിട്ടിയില്ല.
മൂന്നാല് തവണ തീക്കണ്ണുകൾ കണ്ടു വെടിവെച്ചെങ്കിലും അതെല്ലാം ലക്ഷ്യം പിടിച്ചു. ടോമിക്ക് ഒരു പാറയാനയും ഒരു വെരുകിനെയും കിട്ടി. ജെയിംസിന് 2 മുയലിനെ വെടിവെച്ച് പിടിക്കാൻ കഴിഞ്ഞു. ജോണിക്കുട്ടിക്ക് ഒരു കൊച്ചു കേഴയാടിനെ കിട്ടി. റോബിയും പൊന്നപ്പനും വേറൊരു വഴിക്ക് തിരിഞ്ഞു. ഈറ്റക്കാടിനടുത്തുള്ള മാലിയിൽ വെച്ച് അവർക്ക് മുമ്പിലൂടെ ഒരു പറ്റം കാട്ടുപന്നികൾ ചിതറി ഓടി. റോബി പെട്ടെന്ന് തോക്കുയർത്തി നിറയൊഴിച്ചു. ഒരു കാട്ടുപന്നിക്ക് വെടിയേറ്റു. അതവിടെ കിടന്ന് ചോര തെറിപ്പിച്ചു പിടഞ്ഞു ചത്തു. പൊന്നപ്പൻ ഉച്ചത്തിൽ കൂകി. കൂട്ടുകാരെ അങ്ങോട്ട് വരുത്തി. ഇത് 50 കിലോയുണ്ടല്ലോ, ജോണിക്കുട്ടി പറഞ്ഞു. എൻ്റെ വെടിയാ, റോബി അഭിമാനപുരസരം പറഞ്ഞു. ഓട്ടത്തിനിടയിലുള്ള വെടിയായിരുന്നു. പൊന്നപ്പൻ റോബിയെ പ്രശംസിച്ചു. അളിയൻ്റെ ഉന്നം ഒന്നാന്തരം, സമ്മതിച്ചിരിക്കുന്നു. കന്നിവേട്ട കസറി. എമ്മണ്ടൻ ഒരു കാട്ടുപന്നിയല്ലേ ആദ്യം നായാട്ടിന് തന്നെ വെടിവെച്ചത്. കണ്ടില്ലേ, തലയ്ക്കാണ് വെടി, തലച്ചോറ് ചിതറിപ്പോയി. ജെയിംസ് റോബിയെ പുകഴ്ത്തി. കല്ലറക്കന്മാരുടെ കൂലിക്കാർ പന്നിയെ അവിടെ ഇട്ട് വെട്ടിമുറിച്ച് കുറവ് തിരിച്ചു. ഇന്നത്തെ വേട്ട നിർത്താം, നമുക്ക് ആവശ്യത്തിന് വെടിയിറച്ചിയായല്ലോ, ഇനി തിരിച്ചു പോയേക്കാം, ടോമി പറഞ്ഞു. അവർ നേരെ ഏലം സ്റ്റോറിലേക്ക് തിരിച്ചു. ഏലം സ്റ്റോറിൽ ചെന്ന ശേഷം പൊന്നപ്പനും കൂട്ടരും കൂടി വെടിയിറച്ചി കുറേ എടുത്ത് കഴുകി തീ കൂട്ടി കനലിൽ വെച്ച് ചുട്ടെടുത്തു. ടോമി ഒളിച്ചു വെച്ചിരുന്ന മാറ്റുചാരായ കുപ്പികൾ എടുത്തുകൊണ്ടുവന്നു. കുടിയും തീറ്റയും തുടങ്ങി. റോബി ചാരായം കുടിക്കാൻ മടിച്ചു. കുടിച്ചോ അളിയാ, വെടിയിറച്ചിയും വാറ്റുചാരായും എന്നാ ചേർച്ചയാണെന്നോ. അളിയനും പെങ്ങളും പോലെ തന്നെയാ, തട്ടിക്കോ. കുടിക്കളിയാ, വേട്ടയുടെ രസമെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാ, ജെയിംസ് പ്രോത്സാഹിപ്പിച്ചു. റോബി പിന്നെ വിസമ്മതം ഒന്നും കാണിച്ചില്ല. എല്ലാവരോടും ഒപ്പം അവനും തീറ്റയിലും കുടിയിലും മുഴുകി. തീക്ക് ചുറ്റുമിരുന്നവർ തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിച്ചു. ഉച്ചത്തിൽ തെറിപ്പാട്ടുകൾ പാടി. വെളുപ്പാൻ കാലത്ത് അവർ 5 കണ്ടത്തിലേക്ക് തിരിച്ചു പോന്നു. എല്ലാവർക്കും ഓരോ പങ്ക് വേട്ടയിറച്ചി ഉണ്ടായിരുന്നു. റോബി വീട്ടിലെത്തി സീനയെ വിളിച്ചുണർത്തി. അവൾ വിളക്ക് കൊളുത്തിയ ശേഷം വാതിൽ തുറന്നു. അഴിഞ്ഞുലഞ്ഞ മുടി മാടിക്കെട്ടി. റോബിച്ചായൻ എന്താ താമസിച്ചേ? ഞാനിന്നൊരു കാട്ടുപന്നിയെ വെടിവെച്ചിട്ടടി. ഇന്നാ വേട്ടയിറച്ചി 15 കിലോ ഉണ്ട്. ഇത് മുഴുവൻ നമ്മൾ എന്നാ ചെയ്യും? ഒരു 2 കിലോ കുഞ്ഞാപ്പുച്ചേട്ടന് കൊടുക്ക്, 2 കിലോ ജോസുകുട്ടിക്കും കൊടുക്കണം. 2-3 കിലോ നമുക്ക് കറി വയ്ക്കാം, ബാക്കി ഉപ്പിട്ടുണക്കി വെക്കാം. റോബിച്ചായൻ കുടിച്ചു അല്ലേ? എന്നാ മണമാ. അവൾ മൂക്കു ചുളിച്ചു. കന്നിവേട്ടിക്ക് കാട്ടുപന്നിയെ കിട്ടിയില്ലേ, ഞങ്ങളൊന്ന് ആഘോഷിച്ചു. ജെയിംസ് ചേട്ടനും കുടിച്ചോ? ശകലം. റോബി അകത്ത് കയറി കട്ടിലിൽ കിടന്നുറങ്ങി. പിന്നെയും പല ദിവസങ്ങളിൽ റോബിയെ കല്ലറക്കന്മാർ കാട്ടിൽ വേട്ടയ്ക്ക് പോകാൻ ക്ഷണിച്ചു. മിക്കപ്പോഴും റോബി അവരോടൊപ്പം പോയി. ചിലപ്പോൾ ഇഷ്ടം പോലെ വേട്ടയിറച്ചി കിട്ടും. റോബിക്ക് കാട്ടിലെ വേട്ട വലിയ ഹരമായി. സ്വന്തമായി ഒരു തോക്ക് വാങ്ങണമെന്ന് അവൻ തീരുമാനിച്ചു. ഒരു ദിവസം രാത്രിയിൽ കല്ലറക്കന്മാർ ഏലം സ്റ്റോറിൽ ഒത്തുകൂടി. ജോണിക്കുട്ടി പറഞ്ഞു, ഇപ്പോൾ റോബിക്ക് നമ്മളെ വലിയ വിശ്വാസമാണ്, ഒരു സംശയവുമില്ല. നമ്മൾ ആലോചിച്ചു വെച്ച പരിപാടിക്ക് ഇതാണ് പറ്റിയ അവസരം. ശരിയാ, റാഫേൽ മുതലാളി പറഞ്ഞു. ഇനി ഒട്ടും അമാന്തിക്കണ്ട, അവനെ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യണം. എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം റോബി ഇടക്കാന സിറ്റിയിൽ പോകാറുണ്ട്. തിരിച്ചു വരുമ്പോൾ രാത്രി 10 മണിയാകും. ആ ജോസുകുട്ടിയും കൂടെ കാണുമല്ലോ. എപ്പോഴും അവരൊരുമിച്ചാ നടപ്പ്, ജെയിംസ് പറഞ്ഞു. ജോസുകുട്ടി ഒരാഴ്ചയായിട്ട് പനി പിടിച്ച് കിടക്കുക. ടൈഫോയിഡാ. ഇനി പനിക്ക് പോണേൽ 2 ആഴ്ച കഴിയണം. എന്നാൽ അടുത്ത ശനിയാഴ്ച സംഗതി പാസ്സാക്കിയാലോ? അതാ ഞാൻ പറയുന്നത്, എത്രയും പെട്ടെന്ന് വേണം. ആർക്കും ഒരു സംശയവും തോന്നുകയില്ല. അടുത്ത ശനിയാഴ്ച, അതായത് 12-ാം തീയതി. ശരി, അന്ന് തന്നെ നടത്താം. അവർ തീരുമാനിച്ചുറച്ചു. കാര്യങ്ങളൊക്കെ ഒന്നുകൂടി അവലോകനം ചെയ്തു. വെള്ളിയാഴ്ച വൈകുന്നേരം റോബിയും സോഫിയും അരുവിക്കരയിൽ വെച്ച് കാണുകയുണ്ടായി. പതിവ് പോലെ അവർ പ്രണയസല്ലാപങ്ങളിൽ മുഴുകി. സോഫി അവൻ്റെ നെഞ്ചിൽ തലചായ്ച്ച് കിടക്കുകയായിരുന്നു. അവളുടെ മുഖം മ്ലാനമായിരുന്നു. മനസ്സിനൊരു വിഷമം. നമ്മുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടന്നിരുന്നെങ്കിൽ, സോഫി പറഞ്ഞു. ഉടനെ നടത്താനൊക്കില്ല. കൊച്ചുറോസ മരിച്ചിട്ട് അധികമായില്ലല്ലോ. എനിക്ക് വല്ലാത്തൊരു പേടി തോന്നുന്നു. നമുക്കെന്തോ വലിയ ആപത്ത് വരാൻ പോവുകയാണെന്ന്. എന്താ ആപത്ത്? ഒക്കെ സോഫിയുടെ തോന്നല. നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട സോഫി, ഞാനില്ലേ കൂടെ. അവൻ അവളുടെ തുടുത്ത അതിരത്തിൽ തുരുതുരെ ചുംബിച്ചു. സന്ധ്യ കഴിഞ്ഞപ്പോൾ അവർ പിരിഞ്ഞു. പോകാൻ നേരം സോഫി വിഷമത്തോടെ പറഞ്ഞു, എനിക്കൊരു ഉമ്മ കൂടിത്താ. എന്നെന്താ പ്രത്യേകത? മനസ്സിനൊരാശ്വാസമാകട്ടെ. റോബി അവളെ അണച്ചു പിടിച്ച് ചുംബിച്ചു. സോഫിയുടെ കണ്ണുകൾ എന്തുകൊണ്ടോ ഈറനായി. പോട്ടെ. റോബി കൊടുത്തോട്ടത്തിലൂടെ നടന്നു മറിയുന്നത് അവൾ നിറകണ്ണുകളോടെ നോക്കി നിന്നു. അവസാന കാഴ്ച കാണും പോലെ. ശനിയാഴ്ച റോബി പതിവ് പോലെ പണിക്ക് പോയി. ഉച്ച തിരിഞ്ഞ നേരത്തെ ജെയിംസ് സീനയെ കാണാൻ വന്നു. അവൻ കുറേ നേരം സീനയോട് കളിതമാശ പറഞ്ഞിരുന്നു. അവൾ അടുക്കളയിലായിരുന്നു. എനിക്ക് സീനയോടൊരു കാര്യം പറയാനുണ്ട്, ഇങ്ങ് അടുത്തു വാ.
അവൻ അടക്കിയ സ്വരത്തിൽ പറഞ്ഞു. സീന അടുത്ത് ചെന്നു. അവൻ അവളുടെ തോളിൽ കൈ വെച്ചു. അവൾക്ക് കുളിര് കോരി. അവൻ അവളുടെ കവളിൽ അരിമയോടെ തലോടി. മൂക്കിൻ തുമ്പിലും ചുണ്ടിലും വിരലോടിച്ചു. പിന്നെ ശിരസ് കുനിച്ച് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. അവളുടെ മിഴികൾ പാതി അടഞ്ഞു. രാത്രി 9 മണിക്ക് ഞാൻ വരും. അന്നേരം ഇറങ്ങി വരുമോ? ജെയിംസ് ചോദിച്ചു. റോബിച്ചായൻ അറിഞ്ഞാൽ? റോബിച്ചായൻ വരുമ്പോൾ 11 മണിയാകും. അതിനു മുമ്പേ നമുക്ക് കാര്യം പറഞ്ഞു തീർക്കാം. ഞാൻ വരില്ല, എനിക്ക് പേടിയാ. നീ ഇറങ്ങി വരണം, ഞാൻ കാത്തിരിക്കും. അങ്ങനെ പറഞ്ഞിട്ട് ജെയിംസ് പോയി. രാത്രിയായി. റോബി ജോലിയും കഴിഞ്ഞ് ആഴ്ചക്കൂലിയും വാങ്ങി ഇടക്കാനം സിറ്റിയിൽ പോയി. അവനൊരു ഷർട്ടിനും സീനയ്ക്കൊരു പാവാടയ്ക്കും ബ്ലൗസിനും തുണിയെടുത്തു. വേറെ ചില അത്യാവശ്യ സാധനങ്ങളും വാങ്ങി. തോമാച്ചന് വേണ്ടി ഒരു കമ്പിളി ബനിയനും മേടിച്ചു. പിന്നെ നേരെ 5 കണ്ടത്തിലേക്ക് മടങ്ങി. അവൻ ഒറ്റയ്ക്കേ ഉള്ളൂ. വിജനമായ പുൽമേട്ടിൽ റോഡരികിലായി ജോണിക്കുട്ടിയും ടോമിയും നിറതോക്കുകളുമായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. സമയം 8:30 മണി കഴിഞ്ഞിരുന്നു. സീനയുടെ മനസ്സിൽ വല്ലാത്തൊരു പേടിയും വെപ്രാളവും കലർന്നു. ജെയിംസ് 9-ന് വരും. അപ്പോൾ ഇറങ്ങി ചെല്ലണോ? തോമാച്ചൻ 8 മണിയായപ്പോഴേ അത്താഴം കഴിച്ച് കിടന്നുറങ്ങിക്കഴിഞ്ഞു. 9 മണിയായി. സീന വാതിലടച്ച ശേഷം വിളക്ക് കെടുത്തി. പിന്നെ പിറകുവശത്തെ വാതിലിൽ ചെന്ന് നിന്നു. പെട്ടെന്ന് ഇരുട്ടിൽ നിന്ന് അടക്കി പിടിച്ച വിളിയൊച്ച. സീനേ! ജെയിംസ്. അവൻ വാതിൽക്കിലേക്ക് വന്നു. വാ പോകാം. അവൻ അവളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് ഇരുട്ടത്ത് കൂടി നടന്നു. സീന വിറയ്ക്കാൻ തുടങ്ങി. അവൾക്ക് അവൻ്റെ കൈ വിടുവിച്ചുകൊണ്ട് തിരിച്ചു പോരാൻ തോന്നി. പടർന്നു പന്തലിച്ച മരുതിൻ്റെ ചുവട്ടിൽ അവർ എത്തി. സീന ഇരിക്കെ, നമുക്കിവിടെ ഇരുന്ന് സംസാരിക്കാം. അവൻ അവളെ കരയിലേക്ക് മേൽ പിടിച്ചിരുത്തി. എനിക്ക് പേടിയാകുന്നു, അവൾ മന്ത്രിച്ചു. എന്തിന്? ഞാനില്ല കൂടെ. അവൻ അവളെ തൻ്റെ ശരീരത്തോട് ചേർത്തു പിടിച്ചു. അവളുടെ ഇളം മേനിയുടെ മാതകഗന്ധം അവനെ മത്തു പിടിപ്പിച്ചു. അവൻ്റെ സിരകളിൽ അഗ്നിനാമ്പുകൾ ഒഴുകി. നമ്മുടെ കല്യാണം എത്രയും വേഗം നടത്തണം സീനെ. എനിക്കിനി കാത്തിരിക്കാൻ വയ്യ. എനിക്കും. നിന്നെ എൻ്റെ ഭാര്യയായി കിട്ടിയാലേ എനിക്ക് സമാധാനമാകൂ. എന്നിട്ട് വേണം അഭിമാനത്തോടെ 4 പേരുടെ മുമ്പിൽ നിന്നെയും കൂട്ടി നിൽക്കാൻ. അതെന്തിനാ? ലോകത്തിലെ ഏറ്റവും മികച്ച സുന്ദരി പെണ്ണിനെ എൻ്റെ ഭാര്യയാക്കിയത് 4 പേര് കാണണ്ടേ? പോ, കളിയാക്കാതെ. അല്ല പെണ്ണേ, നീ അതിസുന്ദരിയാണ്, അഴകിൻ്റെ അപ്സരസാണ്. സീന അതുകൊണ്ട് കേട്ട് പുളകം കൊണ്ടു. ജെയിംസ് അവളെ മാറോട് ചേർത്ത് പുണർന്നു. പിന്നെ സീനയുടെ പൂ പോലെയുള്ള മുഖം കൈക്കുമ്പിളിലെടുത്ത് ചെഞ്ചുണ്ടുകളിൽ ആവർത്തിച്ച് ചുംബിച്ചു. സീന പെട്ടെന്ന് വികാരവതിയായി. അവൾക്ക് ശരീരം വിറയ്ക്കുന്നത് പോലെ തോന്നി. ജെയിംസിൻ്റെ വിരലുകൾ അവളുടെ താരുണ്യത്തിൻ്റെ നിമ്നോന്നതങ്ങളിലേക്ക് ഇഴഞ്ഞുകൊണ്ടിരുന്നു. സീന കുതറി. വേണ്ട വേണ്ട, എനിക്ക് പേടിയാ. അവൻ അവളുടെ കഴുത്തിലും മാറിലും ആർത്തിയോടെ ചുംബിച്ചു. എന്നെ വിട് ജെയിംസ് ചേട്ടാ, അവൾ കെഞ്ചി. പക്ഷെ ജെയിംസ് പിന്തിരിഞ്ഞില്ല. അവൻ അവളുടെ വസ്ത്രങ്ങൾ നീക്കം ചെയ്യുകയായിരുന്നു. അവൻ അവളെ ചുംബനങ്ങൾ കൊണ്ട് പൊതിഞ്ഞു. സീനയുടെ എതിർപ്പ് അലിഞ്ഞില്ലാതായി. വികാരത്തിൻ്റെ ഓളങ്ങളിൽ അവൾ പുളഞ്ഞുലഞ്ഞു. റോബി ഓരോന്നാലോചിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. നേരിയ നാട്ടുവെളിച്ചമുള്ളതിനാൽ റോഡ് കാണാം. മലഞ്ചെരുവുകളിലെ വീടുകളിൽ വിളക്കണഞ്ഞു. കാവൽമാടങ്ങളിൽ നിന്ന് പന്തത്തിൻ്റെ വെട്ടം കാണാനുണ്ട്. എവിടെയൊക്കെയോ നായ് കുരയ്ക്കുന്നു. വിജനമായ പുൽമേടിന് നടുവിലൂടെയുള്ള റോഡ്. റോബിക്ക് തണുപ്പ് തോന്നി. അവൻ വളവ് തിരിഞ്ഞപ്പോൾ 2 പേർ എതിരെ വരുന്നത് കണ്ടു. സംസാരിച്ചുകൊണ്ടാണ് വരവ്. സ്വരം കേട്ടിട്ട് പരിചയം തോന്നി. ആരാ വരുന്നത്? റോബിയാണോ? എതിരെ വരുന്നതിൽ ഒരാൾ ചോദിച്ചു. ടോമിയുടെ സ്വരം റോബി തിരിച്ചറിഞ്ഞു. അതെ, ഞാനാ. അവർ അടുത്തു വന്നു. ജോണിക്കുട്ടിയും ടോമിയുമാണ്. അളിയൻ ഇപ്പോഴാണോ വരുന്നത്? ജോണിക്കുട്ടി ചോദിച്ചു. ആ, താമസിച്ചു പോയി. നിങ്ങൾ എങ്ങോട്ടാ? വേട്ടയ്ക്ക്? മുയൽ വേട്ടയ്ക്കായിരിക്കും. അല്ല, കാട്ടിലാ. ജെയിംസ് എന്തിയേ? അവനും പൊന്നപ്പനും വാസുവും രാമൻകുട്ടിയും കൂടെ സ്റ്റോറിലോട്ട് വന്നേക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അളിയൻ പോരുന്നോ? എന്നോട് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ വന്നേനെ. അതിനിപ്പോൾ എന്നാ കുഴപ്പം? വേട്ടയ്ക്ക് പോകുമെന്ന് വീട്ടിൽ പറഞ്ഞില്ല. സീന ഉറക്കമിളച്ച് നോക്കിയിരിക്കും. പെണ്ണല്ലേ, കുറേ കഴിയുമ്പോൾ കിടന്നുറങ്ങിക്കോളൂന്നേ. പോകണം. റോബി ഒന്ന് സംശയിച്ചു. ഞാനൊന്നും കഴിച്ചില്ലല്ലോ, വല്ലാണ്ട് വിശക്കുന്നുണ്ട്. നമ്മൾ സ്റ്റോറിലോട്ടല്ലേ പോകുന്നത്? അവിടെ ചെന്നാൽ രാമൻകുട്ടി കപ്പക്കിഴങ്ങും ഉണക്കറിച്ചിയും ചുട്ടു തരും. കട്ടനും കൂടി ഓടിക്കാം. അതുപോലെ അളിയന് വിശപ്പിന്. റോബി വീണ്ടും മനസ്സില്ലാ മനസ്സോടെ നിന്നു. പോകണം എന്നാണ് ആവേശം. പക്ഷേ മനസ്സിൻ്റെ ഉള്ളിലിരുന്ന ഒരു അജ്ഞാത ശക്തി വിലക്കുന്നു. അരുത്, പോകരുത്. എന്നെ ആലോചിക്കാനാ അളിയാ. വാ പോകാം. വേണമെങ്കിൽ നേരത്തെ വേട്ട നിർത്തിയിട്ട് വീട്ടിലേക്ക് പോയേക്കാം. ടോമി നിർബന്ധിച്ചു. ശരി, ഞാനും വരാം. മനസാക്ഷിയുടെ വിലക്കിനെ അവഗണിച്ചുകൊണ്ട് റോബി അവരോടൊപ്പം നീങ്ങി.
രാത്രിയിൽ ആൾസഞ്ചാരമില്ലാത്ത ഒരു കുറുക്കു വഴിയിലൂടെ അവർ നടന്നു. 1 മണിക്കൂറിനുള്ളിൽ ഏലം സ്റ്റോറിലെത്തി. അവിടെ പൊന്നപ്പനും രാമൻകുട്ടിയും വാസുവും കാത്തിരിപ്പുണ്ട്. ജെയിംസ് വന്നില്ലേ? ടോമി ചോദിച്ചു. ഇല്ല, പോരാനിറങ്ങിയപ്പോൾ പെട്ടെന്നൊരു വയറുവേദന, അതുകൊണ്ട് വേട്ട വേണ്ടെന്ന് വെച്ചു, പൊന്നപ്പൻ പറഞ്ഞു. ടോമി അവനെ കണ്ണിറുക്കി കാണിച്ചു. ആ, നമ്മൾ മതിയല്ലോ, ധാരാളം, ടോമി പറഞ്ഞു. രാമൻകുട്ടി, റോബിക്ക് തിന്നാൻ എന്തെങ്കിലും ശരിയാക്കി കൊടുക്കുക, വിശക്കുന്നുവെന്ന്. രാമൻകുട്ടി റോബിയെയും കൊണ്ട് അടുപ്പിനരികിൽ ചെന്നു. അവിടെ തീ കൂട്ടി കപ്പയും ഇറച്ചിയും ചുട്ടെടുത്തു. റോബി അത് തിന്നു കട്ടനും കുടിച്ചു. അപ്പോഴേക്കും ടോമിയും ജോണിക്കുട്ടിയും ഹെഡ്ലൈറ്റും ഫിറ്റ് ചെയ്ത് തോക്കുമേന്തി റെഡിയായി കഴിഞ്ഞു. ഉടനെ റോബിയും ഒരുങ്ങി. എല്ലാവരും കൂടി ഉൾക്കാട്ടിലിറങ്ങി. റോബിയുടെ കയ്യിൽ ഒരു നിറ തോക്കുണ്ട്. ജെയിംസ് ഉപയോഗിക്കുന്ന തോക്ക് പൊന്നപ്പനാണ് എടുത്തിരിക്കുന്നത്. ആരും ഒന്നും മിണ്ടുന്നില്ല. കാട്ടിൽ അപസ്വരങ്ങൾ മുഴങ്ങി. കൊമ്പന്മാലിയിൽ ഒരു മ്ലാവ് ഇറങ്ങിയിട്ടുണ്ടത്രേ, ടോമി ആരോടൊന്നില്ലാതെ പറഞ്ഞു. അയ്യോ, അങ്ങോട്ട് ഒത്തിരി ദൂരമില്ലേ? റൂബി ചോദിച്ചു. നമ്മൾ ആണുങ്ങൾക്ക് ദൂരം വല്ലതൊരു പ്രശ്നമാണോ? ജോണിക്കുട്ടി പറഞ്ഞു. റോബി എതിർത്തൊന്നും പറഞ്ഞില്ല. കൊമ്പന്മാലിയിൽ എത്തണമെങ്കിൽ ഒരുപാട് സഞ്ചരിക്കണം. പകൽ പോലും അങ്ങോട്ട് ആരും പോകാറില്ല. കാടിൻ്റെ ഒത്ത നടുവിലാണ് കൊമ്പന്മാലി എന്ന കൊടുങ്കാട്. ക്ലേശങ്ങൾ സഹിച്ച് അവർ കൊമ്പന്മാലിയിലെത്തി. ഇടതൂർന്ന കാട്, എവിടെ നിന്നോ കാട്ടാനകളുടെ അലർച്ച, അടുത്തെവിടെയോ കാടും പടലും ഞെരിയുന്ന ഒച്ച. അളിയൻ ഒരുപാട് ബുദ്ധിമുട്ടിയില്ലേ? ജോണിക്കുട്ടി ചോദിച്ചു. ഓ, എന്തോന്ന് ബുദ്ധിമുട്ട്, നിങ്ങളൊക്കെയല്ലേ കൂടെയുള്ളത്. അളിയൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഞങ്ങൾ തീർത്തു തരാം. ആരുടെയും സൗജന്യമൊന്നും എനിക്ക് വേണ്ട. അങ്ങനെ പറയാതളിയാ, ഒന്നുമില്ലേലും നമ്മൾ സ്വന്തക്കാരാകാൻ പോകുമല്ലേ? അതൊക്കെ ശരി തന്നെ, പക്ഷേ ഞാൻ എല്ലുമുറി അധ്വാനിച്ച് ജീവിച്ചാണ് ശീലിച്ചത്. അളിയനും കുടുംബം കുറച്ചൊന്നുമല്ല കഷ്ടപ്പെട്ടത് അല്ലേ ജീവിക്കാൻ? കഷ്ടപ്പെട്ട് ജീവിച്ചാലേ ജീവിതത്തിൻ്റെ വില മനസ്സിലാവൂ. ജീവിതത്തിനൊരു വിലയും ഇല്ലളിയാ, ഞങ്ങളത് തെളിയിച്ചു തരാം. നിങ്ങളോട് തർക്കിക്കാൻ ഞാനില്ല. അവനൊരു ചതുപ്പിലൂടെ നീങ്ങുകയായിരുന്നു. ജോണിക്കുട്ടിയും കൂട്ടരും നടപ്പിൻ്റെ വേഗത കുറച്ചു. റോബി അതറിഞ്ഞില്ല. അവൻ ഏതാനും വാരം മുന്നിലായിരുന്നു. ടോമി പൊന്നപ്പനെ കണ്ണു കാണിച്ചു. വാസുവും രാമൻകുട്ടിയും എന്തിനും തയ്യാറായി നിന്നു. മുമ്പേ പോകുന്ന റോബിയുടെ നേർക്ക് പൊന്നപ്പൻ തോക്കു ചൂണ്ടി. പെട്ടെന്നൊരു വെടിവെച്ച കാട് നടുങ്ങി. റോബി ഒരലർച്ചയോടെ മുന്നോട്ട് വേച്ച് ചെന്ന് ഒരു മരത്തിൽ ഇടിച്ചു നിന്നു. അവൻ പതുക്കെ തലതിരിച്ചു നോക്കി. പൊന്നപ്പൻ്റെ തോക്കിൽ നിന്നും പുക പറക്കുന്നത് കാണാമായിരുന്നു. പൊന്നപ്പ, ചതിച്ചോടാ, റോബി നിലവിളിച്ചുകൊണ്ട് ചോദിച്ചു. ജോണിക്കുട്ടിയുടെയും ടോമിയുടെയും ഹെഡ്ലൈറ്റുകളിൽ നിന്നുള്ള വെളിച്ചം അവൻ്റെ കണ്ണഞ്ചിപ്പിച്ചു. എടാ കള്ളക്കഴുവരുടെ മോനെ, നീ കല്ലറയ്ക്കന്മാരെ കുറെ വലിപ്പിച്ചതല്ലേടാ, അതിൻ്റെ പ്രതികാരമാണടാ, പ്രതികാരം, ജോണിക്കുട്ടി ഗർജിച്ചു. തോളിന് വെടിയേറ്റ റോബി ആടി ആടി നിൽക്കുകയാണ്. അവൻ പതുക്കെ തോക്കുയർത്തി പൊന്നപ്പൻ്റെ നേർക്ക് നിറയൊഴിച്ചു. വെടിയൊച്ചിയിൽ കാട് വീണ്ടും പ്രകമ്പിതമായി. നെഞ്ചിൽ വെടിയേറ്റ പൊന്നപ്പൻ ഒരലർച്ചയോടെ നിലം പതിച്ചു. തട്ടടാ, ജോണിക്കുട്ടി അട്ടഹസിച്ചു. ടോമിച്ചൻ പെട്ടെന്ന് റോബിയുടെ നേർക്ക് കാഞ്ചി വലിച്ചു. ഇത്തവണ റോബി വീണുപോയി. എടാ, കല്ലർക്കന്മാരോട് കളിച്ചാൽ ഇതാണടാ അനുഭവം, നായിൻ്റെ മോനെ, ജോണിക്കുട്ടി അലറി. പിന്നെ അവന് എഴുന്നേൽക്കുവാൻ കഴിഞ്ഞില്ല. അവൻ കൈകാലുകൾ ഇട്ടടിച്ചു പിടഞ്ഞു. അടുത്തുള്ള കുറ്റിച്ചെടികളിലും ഇലകളിലും ചോര തെറിച്ചു വീണു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ പിടച്ചിൽ നിലച്ചു. അവൻ ചത്തു. ടോമി വിറുവിറുത്തു. വാ, പൊന്നപ്പനെ നോക്കാം. അവർ പൊന്നപ്പൻ്റെ അടുത്ത് ചെന്ന് നോക്കി. പൊന്നപ്പൻ്റെ ശരീരം ചോരയിൽ കുളിച്ച് കിടക്കുകയാണ്. ടോമി പൊന്നപ്പൻ്റെ മൂക്കിൽ കൈ പിടിച്ച് നോക്കി. കാറ്റുപോയി. രണ്ടിനെയും ചെളിയിൽ ചവിട്ടി താഴ്ത്താൻ ജോണിക്കുട്ടി പറഞ്ഞു. കുറച്ചകലെ കേട്ടുകൊണ്ടിരുന്ന കാടും പടലും ഞെരിയുന്ന ഒച്ച അടുത്തു വന്നുകൊണ്ടിരുന്നു. രാമൻകുട്ടിയും വാസുവും കൂടി പൊന്നപ്പൻ്റെ മൃതദേഹം വലിച്ച് ചെളിയിൽ കൊണ്ടുചെന്നിട്ടു. പെട്ടെന്ന് ചതുപ്പിനരികെ നിന്ന് കാട്ടാനക്കൂട്ടത്തിൻ്റെ അലർച്ച കേട്ടു. വെളിച്ചം കാണുന്ന ദിക്കിലേക്ക് ആനക്കൂട്ടം പാഞ്ഞു വരികയാണ്. വാസുവും രാമൻകുട്ടിയും തിരിഞ്ഞോടി. ആനകളുടെ നേർക്ക് 2 റൗണ്ട് നിറയൊഴിച്ച ശേഷം ടോമിയും ജോണിക്കുട്ടിയും ഓടി. അവർക്ക് പിന്നിൽ കാട് ഞെരിയുന്ന ഒച്ച വീണ്ടും കേട്ടു. സീന മെല്ലെ കണ്ണു തുറന്നു നോക്കി. മരച്ചുവട്ടിൽ കരിയിലമെത്തയിൽ ജെയിംസ് തളർന്നുറങ്ങുന്നു. ആകാശം കുറേ കൂടി ഇരുണ്ടതുപോലെ തോന്നി. നക്ഷത്രങ്ങളെല്ലാം മങ്ങിയിരിക്കുന്നു. മിക്കതും അപ്രത്യക്ഷമായി കഴിഞ്ഞു. സമയം എന്തായി കാണുമോ? റോബിച്ചായൻ വീട്ടിലെത്തിയിരിക്കുമോ? അതോർത്തപ്പോൾ നെഞ്ചിലൊരാളിക്കത്തൽ. റോബിച്ചായൻ വീട്ടിൽ വന്നിട്ട് തന്നെ കാണാനില്ലെങ്കിൽ പിന്നെന്തൊക്കെയാണ് നടക്കുക? വീട്ടിൽ വെളിച്ചമുണ്ടോ എന്ന് നോക്കി. ഇല്ല, റോബിച്ചായൻ വന്നെങ്കിൽ വെളിച്ചം കണ്ടേനെ. അവൾ ജെയിംസിനെ നോക്കി. ഒന്നും അറിയാത്ത പോലെ മയക്കം, കള്ളയുറക്കം. അല്പം മുമ്പ് വരെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത്? ഒരു നാണവുമില്ലാതെ. എന്തൊരാവേശമായിരുന്നു, എന്തൊരു കരുത്തായിരുന്നു. ഇണചേരുന്ന നാഗങ്ങളെപ്പോലെ തമ്മിൽ കൊത്തി പിണഞ്ഞ് പുളഞ്ഞ് ശരീരം ഇടിച്ചു നുറുക്കിയതുപോലെ വേദനിക്കുന്നു.
എവിടെയെല്ലാമോ നീറ്റലും വേദനയും. താൻ ഇത്ര കാലം പവിത്രമായി കാത്തു സൂക്ഷിച്ച വിലയേറിയ നിധിയെല്ലാം ഈ മനുഷ്യൻ കവർന്നെടുത്തു. ജെയിംസ് ചേട്ടൻ തന്നെ കല്യാണം കഴിക്കുമെന്നത് ശരി തന്നെ. പക്ഷേ കല്യാണത്തിന് മുമ്പുള്ള വീഴ്ച തീർച്ചയായും വ്യഭിചാരമാണ്, പാപമാണ്. സീനയ്ക്ക് കുറ്റബോധം തോന്നി. അവൾ ജെയിംസിനെ കുലുക്കി വിളിച്ചു. ജെയിംസ് ചേട്ടാ. അവൻ ഉണർന്നു. ആലസ്യം നിറഞ്ഞ കണ്ണുകൾ മെല്ലെ തുറന്നു. എന്താ ഇത്? നമുക്ക് പോകണ്ടേ? പോകാം. എന്നാൽ വാ, ശകലം കൂടി കഴിയട്ടെ. അവൻ അവളെ അവൻ്റെ ദേഹത്തേക്ക് വലിച്ചിട്ടു. ചുണ്ടുകളിൽ അമർത്തി ചുംബിച്ചു. കൊതിയൻ. ഇനി ഞാനില്ല, ഞാൻ പോകുക. ഞാൻ വിട്ടിട്ട് വേണ്ടേ പോകാൻ? അവൻ അവളെ ഗാഢമായി ആശ്ലേഷിച്ചു. അവളുടെ മൃദുല വികാരങ്ങളെ മെല്ലെ തഴുകി ഉണർത്തി. എനിക്ക് വയ്യാട്ടോ. ദേഹം മുഴുവൻ തല്ലി ചതച്ചതുപോലെ വേദനയാ. അതൊക്കെ മാറിക്കോളൂ, അവൻ മന്ത്രിച്ചു. അവൾ അവൻ്റെ കരലാളനകളേറ്റ് ഇക്കിളി പൂണ്ടി ചിരിച്ചു. വേദനകൾ താനേ മറന്നു. ഒടുവിൽ കിതച്ചും തളർന്നും നിർവൃതിയുടെ തീരത്തടിഞ്ഞു. മരച്ചില്ലകളിൽ നിന്നും മഞ്ഞുകണങ്ങൾ ഇറ്റിറ്റു വീണുകൊണ്ടിരുന്നു. അഞ്ചുകണ്ടത്തിൻ്റെ താഴ്ന്ന പ്രദേശങ്ങളിൽ പുകമഞ്ഞ് വ്യാപിച്ചിരുന്നു. ഇനി പോകാം. സീന തട്ടിക്കുടഞ്ഞെഴുന്നേറ്റു. വസ്ത്രങ്ങൾ നേരെയാക്കി മുടി വിരൽ കൊണ്ട് കോതി ഒതുക്കി. ജെയിംസ് എഴുന്നേറ്റു. രണ്ടുപേരും വീട്ടുമുറ്റത്തെത്തി. റോബിച്ചായം വന്നില്ലല്ലോ. എന്താ ഇത്ര താമസിക്കുന്നത്? ആർക്കറിയാം, വരുന്നതേയുള്ളായിരിക്കും, ജെയിംസ് അലക്ഷ്യമായി പറഞ്ഞു. എന്നാൽ ജെയിംസ് ചേട്ടൻ പൊയ്ക്കോ. ശരി, നാളെ കാണാം. ജെയിംസ് ഇരുട്ടിലൂടെ നടന്നകലുന്നത് അവൾ നോക്കി നിന്നു. ജെയിംസ് വീട്ടിലെത്തി. ടോമിയും ജോണിക്കുട്ടിയും എത്തിയിട്ടില്ലെന്നറിഞ്ഞു. റാഫേൽ മുതലാളി ആശങ്കയോടെ ഉറങ്ങാതെ നോക്കിയിരിക്കുകയാണ്. നീ ആ പെണ്ണിനെ ചുറ്റിക്കാൻ പോയതല്ലേടാ? റാഫേൽ മുതലാളി മകനെ രൂക്ഷമായി നോക്കി. ജെയിംസ് ഒന്നും മിണ്ടിയില്ല. അവളിവിടെ സത്യാഗ്രഹത്തിനെങ്ങാനും വന്ന് ഇവിടം നാറ്റിച്ചാൽ നിന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. ഓ, ജെയിംസ് അത് നിസാരമാക്കി തള്ളി. അവൻ സംതൃപ്തനായിരുന്നു. അവൻ്റെ മോഹം സാധിച്ചു. ആരും തൊടാത്ത ആ ഇളം കന്യകയുടെ താരുണ്യം താൻ നുകർന്നു. വെളുപ്പിന് 5 മണിയായപ്പോൾ ജോണിക്കുട്ടിയും ടോമിയും എത്തി. കണ്ടയുടനെ റാഫേൽ മുതലാളി ചോദിച്ചു, തട്ടിയോ? തട്ടി, ടോമി പറഞ്ഞു. വാ, അപ്പുറത്തെ മുറിയിലിരിക്കാം. 4 പേരും അകത്ത് കടന്ന് മുറി അടച്ചു പൂട്ടി. വിശദമായിട്ട് പറഞ്ഞേ. എന്നിട്ട് റാഫേൽ മുതലാളി ആകാംക്ഷ കൊണ്ട് ഞെളിവിരി കൊള്ളുകയാണ്. കൊമ്പന്മാലിയിൽ കൊണ്ടുപോയാ തട്ടിയത്. ആദ്യം പൊന്നപ്പനാ വെടിവെച്ചത്. ആദ്യത്തെ വെടി ശരിക്കേറ്റില്ല. അവൻ തിരിഞ്ഞു നിന്നു പൊന്നപ്പനെ തട്ടി. അതെന്തിനാ പൊന്നപ്പനെ കൊണ്ട് വെടിവെപ്പിച്ചത്? നിൻ്റെയൊക്കെ ഒടുക്കത്തെ ഭാഗ്യമാണെന്നോർത്തോ? നിങ്ങളെ ആയിരുന്നു അവൻ വെടിവെച്ചെങ്കിലോ? ഞങ്ങളും ആദ്യം പേടിച്ചു പോയി. പൊന്നപ്പനെ തട്ടിക്കഴിഞ്ഞപ്പോൾ ഞാനും ടോമിയും ഓരോന്ന് കൊടുത്തു. അത് ശരിക്കേറ്റു. അപ്പോഴേ കാറ്റ് കുത്തി. പൊന്നപ്പൻ്റെയും കാറ്റ് പോയോ? പോയി. കഷ്ടം. നാറിയായിരുന്നേലും അവൻ നല്ലവനായിരുന്നു. എന്നിട്ട് ശവങ്ങൾ എന്നാ ചെയ്തു? അത് ചെളിയിൽ ചവിട്ടി താഴ്ത്താൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് കാട്ടാനക്കൂട്ടം ആക്രമിക്കാൻ വന്നു. ഞങ്ങൾക്ക് ശവങ്ങൾ ഇട്ടിട്ട് ഓടേണ്ടി വന്നു. സാരമില്ല, ആന ചവിട്ടി അരച്ചോളും. അല്ലെങ്കിലും കൊമ്പന്മാലിയിൽ കാട്ടുകള്ളന്മാർ പോലും പോകാറില്ല. പിന്നെ ആര് കണ്ടുപിടിക്കാനാ? പൊന്നപ്പൻ്റെ കാര്യം എങ്ങനാ? അവൻ ആരും ഇല്ലാത്തവനല്ലേ, ആരന്വേഷിക്കാനാ? ആരെങ്കിലും ചോദിച്ചാൽ പറയണം അവൻ നാട്ടിൽ പോയെന്ന്. വടക്കെങ്ങാണ്ടല്ലേ അവൻ്റെ നാട്? അതെ. റോബിയെ വേട്ടയ്ക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത് ആരും കണ്ടില്ലല്ലോ? ഇല്ല, ഒരൊറ്റ മനുഷ്യക്കുഞ്ഞ് അറിഞ്ഞിട്ടില്ല. ഒരു സൂചന പോലും? ഒന്നുമില്ലെന്നേ. നിങ്ങൾ തോക്കും കൊണ്ട് ആ വഴിക്ക് പോകുന്നത് ആരെങ്കിലും കണ്ടോ? ആരും കണ്ടില്ല അപ്പച്ച. ഒന്നും പേടിക്കണ്ട. അതായത് ഇടക്കാന സിറ്റിയിൽ പോയിട്ട് തിരിച്ചു വന്ന വഴിക്ക് റോബി എങ്ങനെയോ അപ്രത്യക്ഷനായി. നമ്മളെ ആരും സംശയിക്കുകയില്ല. ഇല്ല, കഴിവേറി. അവൻ കുറച്ചൊന്നുമല്ല നമ്മളെ വലച്ചത്. നമ്മുടെ അന്തസ്സ് കളഞ്ഞു. എൻ്റെ മോളുടെ ഭാവി നശിപ്പിച്ചു. എന്തെല്ലാം പോക്കൃത്തരമാണ് അവൻ ചെയ്തത്. അതോർത്താൽ അവനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലേണ്ടതാ. സാരമില്ല, ഏതായാലും ആള് കാഞ്ഞല്ലോ. പിന്നെ ഒരു കാര്യം, സോഫിക്ക് നമ്മളെപ്പറ്റി ഒരു സംശയവും ഉണ്ടാകാതെ നോക്കിക്കോണം. അതായത് കാണാതായ റോബിയെ അന്വേഷിക്കാനും ദുഃഖം പ്രകടിപ്പിക്കാനുമൊക്കെ മുമ്പിൽ നിന്നോണമെന്ന്. അത് ഞങ്ങൾ ഏറ്റു. അണ്ണാൻകുഞ്ഞിനെ ആരെങ്കിലും അരങ്ങേറ്റം പഠിപ്പിക്കണോ? എന്നാൽ നിങ്ങൾ പോയി കിടന്നോ. ജോണിക്കുട്ടിയും ജെയിംസും ടോമിയും കൂടി മുകളിലത്തെ നിലയിലേക്ക് പോയി. എടാ ജെയിംസേ, മറ്റേ കാര്യം സാധിച്ചോ? ജോണിക്കുട്ടി ചോദിച്ചു. പിന്നെ ഇല്ലേ. എങ്ങനിരുന്നു? അത് പറഞ്ഞാൽ ഉറക്കം വരികയില്ല. എടാ, അവനെ തട്ടാൻ കഷ്ടപ്പെട്ടത് ഞങ്ങൾ. ജീവൻ പണയം വെച്ച കൊമ്പന്മാലിയിൽ കൊണ്ടുപോയി കാച്ചിയത്. നീ ആ നേരത്ത് സൂഹിക്കുകയായിരുന്നു ഇല്ലേടാ? ചേട്ടൻ അസൂയ. ഞാനൊന്നും പറയുന്നില്ല. 3 പേരും കിടന്നു. അങ്ങകലെ കിഴക്കൻ പർവ്വതനിരകളുടെ മീതെ ആകാശം വിളറി തുടങ്ങിയിരുന്നു. നേരം വെളുക്കാറായി. സീന ഉറക്കം വിളിച്ചിരിക്കുകയാണ്. റോബിച്ചായൻ ഇതുവരെ വന്നിട്ടില്ല. എന്തു പറ്റിയോ ആവോ? ഓർത്തോർത്ത് അവൾക്ക് ആദി കയറി. എന്തെങ്കിലും ആപത്ത് പിണഞ്ഞു കാണുമോ?
മനുഷ്യൻ്റെ കാര്യമല്ലേ, എന്ത് സംഭവിക്കാം. റോബിച്ചായൻ ഒരിക്കലും ഇങ്ങനെ താമസിക്കുന്നതല്ല. താമസിക്കുന്നുണ്ടെങ്കിൽ ആ വിവരം തന്നോട് പറഞ്ഞിട്ടേ പോകൂ. ഓർത്തപ്പോൾ അവൾക്ക് ഭീതിയായി. സീന വേവലാതിയോടെ തോമാച്ചനെ വിളിച്ചുണർത്തി. അപ്പച്ച, റോബിച്ചായൻ ഇതുവരെ വന്നില്ല. വന്നില്ലേ? ഇല്ല അപ്പച്ച. എന്തു പറ്റിയോ? എനിക്ക് പേടിയാകുന്നു. അവൻ വല്ലതും കഴിച്ചിട്ടാണോ പോയത്? ഒന്നും പറഞ്ഞില്ല. അവൻ വല്ലതും പറഞ്ഞിട്ടാണോ പോയത്? ഒന്നും പറഞ്ഞില്ല അപ്പച്ച. നോവൽ വീണ്ടും നാളെ തുടരും.